എല്ലാവർക്കും ഇന്ന് മോനിക്ക പുണ്യവതിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ. ഞാൻ ആലോചിക്കുകയാണ്, കുടുംബജീവിതം നയിക്കുന്ന മോനിക്ക പുണ്യവതിയെ പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, കുടുംബജീവിതം നയിക്കുന്ന അവർക്കും വിശുദ്ധനും വിശുദ്ധയുമെല്ലാം ആവാൻ സാധിക്കും. സഹനവും ക്ഷമയും പ്രാർത്ഥനയും പരസ്പരം ക്ഷമയും സഹനവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവർക്കും വിശുദ്ധനുമെല്ലാം ആകാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മോനിക്ക പുണ്യവതിയെ പറ്റി ഓർത്തപ്പോൾ അഗസ്ത്യാനോസ് പുണ്യാളൻ്റെയും ആ പുണ്യാളന് വേണ്ടി അഗസ്ത്യാനോസ് പുണ്യാളൻ്റെ ജീവിതത്തിൽ ചെയ്ത് നമ്മളെ അച്ഛതകളും എല്ലാം അമ്മയുടെ പ്രാർത്ഥനയും ക്ഷമയും സഹനവും എല്ലാം ആയപ്പോൾ ഒരു വിശുദ്ധൻ്റെ ഇതിലേക്ക് എത്താനായിട്ട് അഗസ്ത്യൻ പുണ്യാളന് കഴിഞ്ഞതും എല്ലാം ഞാൻ ഇന്നേ ദിവസം ഓർക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ചിന്തിച്ചു പോയതാണ്, കുടുംബജീവിതത്തിലൂടെയും നമുക്ക് വിശുദ്ധിയുടെ പടവുകൾ കയറാം. വർഷങ്ങൾക്ക് മുൻപ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. പഴയാറ്റിൽ പിതാവ്, ജെയിംസ് പഴയാറ്റിൽ പിതാവ് എല്ലാം വന്നിരുന്നു. ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ജെയിംസ് പഴയാറ്റിൽ പിതാവ് ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തൂങ്കുഴി പിതാവുണ്ട്, പിന്നെ MLA ഉണ്ട്, ഒരു മന്ത്രിയുണ്ട്. ആലപ്പാട്ടച്ചൻ ഡയറക്ടറായിരുന്ന സമയത്താണ് ഫ്രാൻസിസ് ആലപ്പാട്ടച്ചൻ. പിന്നെ പോലീസ് അകമ്പടിയോടുകൂടി പോലീസുണ്ട്. അങ്ങനെ തൂങ്കുഴി പിതാവിൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങളൊക്കെ കുറേ പേര് മുന്നിൽ വലിയൊരു ഹോളാണ്, ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ പരിപാടിക്ക്. അങ്ങനെ പഴയാറ്റ് പിതാവിനെ ഞാൻ അറിയില്ല, കേട്ടിട്ടുണ്ട് പേര് എന്ന് മാത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ പഴയാറ്റ് പിതാവിൻ്റെ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ MLAയും പോലീസും എല്ലാവരും കൂടി, പഴയാറ്റ് പിതാവ് അതിവിശിഷ്ട അതിഥിയാണ്. പഴയാറ്റ് പിതാവിൻ്റെ രണ്ട് സൈഡിലും പോലീസും MLAയും മന്ത്രിയും ആലപ്പാട്ടച്ചനും തൂങ്കുഴി പിതാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പഴയാറ്റ് പിതാവിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അങ്ങനെ സ്റ്റേജിൽ പിന്നെയും ആൾക്കാരുണ്ട്. പക്ഷെ പഴയാറ്റ് പിതാവിന് മാത്രം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോവാണ്, ധൃതിയായിട്ട് പിതാവ് പോവാണ്. അപ്പോൾ ആനയിച്ചുകൊണ്ട് പുറത്തേക്ക് അപ്പോൾ ഞാൻ ഈ കസാരാമെന്ന് ഒരു ബൈബിളിലൊരു കാര്യം പറയല്ലോ, എനിക്ക് അറിയില്ല, പിതാവിൻ്റെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല. പഴയാറ്റിൽ പിതാവിനെ കുറിച്ചിട്ടൊന്നും. ഇരിഞ്ഞാലക്കുട ബിഷപ്പാണെന്നും അറിയാം. അങ്ങനെ ഞാൻ കസാരാമെന്ന് എഴുന്നേറ്റ് ഇവരിങ്ങനെ ഇവരെ ബ്ലോക്ക് ചെയ്ത പോലെ ഇങ്ങനെ നിന്നു. പഴയാറ്റി പിതാവിൻ്റെ ഇവരിങ്ങനെ വരുന്നതിനെ ബ്ലോക്ക് ചെയ്ത പോലെ ഞാനിങ്ങനെ അവരുടെ മുന്നിൽ നിന്നു. അണ്ട് പഴയാറ്റി ബൈബിളിലൊരു ഇത് പറയില്ലോ, കർത്താവിൻ്റെ ആത്മാവിനോടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു ഭാഗം ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് ഞാൻ മുന്നിൽ വന്നിട്ട് പിതാവിൻ്റെ കൈ പിടിച്ച് ആ മോതിരം മുത്തി എൻ്റെ കയ്യിലുള്ള, അന്ന് പുസ്തകമൊന്നും അടിച്ചിറക്കിയിട്ടില്ല, എൻ്റെ കയ്യിലുള്ള ആർട്ടിക്കിള് ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ അങ്കിളിൻ്റെ പടം വെച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിള് പിന്നെ ഒരു CD, ഒരു ആർട്ടിക്കിളും ഒരു CD-യും. CD-യുടെ പേര് ഈശോ സംസാരിക്കുന്നു എന്ന് പറഞ്ഞൊരു CD ആർട്ടിക്കിളാണ്. പിതാവിൻ്റെ കൈ പിടിച്ച് മോതിരം കുത്തിയിട്ട് ഇത് കൊടുക്കുകയാണ്.
അവരിങ്ങനെ വരുന്ന അവരെ ബ്ലോക്ക് ചെയ്ത പോലെയാണ് ഞാൻ മുന്നിൽ. ഒരു മടിയോ ഒരു പേടിയോ ഒന്നും ഒരു മറ്റുള്ളവർ കാണുമോ എന്നുള്ള അതൊന്നും ഇല്ലാണ്ടുള്ള ഒരു ഇതിൽ കസേരമെന്ന് എഴുന്നേറ്റ് അവരിങ്ങനെ വരുമ്പോൾ അവരുടെ മുന്നിലേക്ക് വന്ന് പോലീസുണ്ട്, MLA ഉണ്ട്, മന്ത്രി ഉണ്ട്, എനിക്കറിയില്ല എന്നത്. അപ്പം ഇപ്പം ഞാനൊക്കെ ആലോചിക്കുക, ബൈബിൾ ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ ഓരോന്ന് ഞാൻ ആലോചിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അത് വായിച്ചപ്പോൾ എനിക്ക് ഇന്ന് ഈ മോനിക്ക പുണ്യവതിയുടെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഈ ബൈബിൾ വായിച്ച് ഇതെല്ലാം വായിച്ചപ്പോൾ ഞാൻ ഈ സംഭവം എൻ്റെ ഈ അനുഭവം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഞാൻ കൈ സുമോദരം മുത്തി ആർട്ടിക്കിളും കൊടുത്ത് പിതാവ് തന്നെ ചിരിച്ചെൻ്റെ അത് മേടിച്ചു. അപ്പം തന്നെ ഇത്ര ഇതിൻ്റെ ഇടയിൽ ഏറ്റി പോയിട്ട് ഇങ്ങനെ ചെയ്തത് തന്നെ എന്ത് ധൈര്യത്തിലാന്നുള്ളത് തന്നെ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് ഓരോ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഞാൻ അപ്പം തന്നെ വേഗം സൈഡ് മാറി നിന്നു. അവർ പോവുകയും ചെയ്തു എല്ലാവരും കൂടി. അവിടെ നിന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു എഴുത്ത് വന്നു, പഴയാറ്റ് പിതാവിൻ്റെ ഇരിഞ്ഞാലക്കട എന്നാണ് രൂപതയുടെ ബിഷപ്പിൻ്റെ ഒരു എഴുത്ത്. ശരിക്കും എഴുത്തിൻ്റെ അഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ദൈവമേ, എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ജൂബിലിയിൽ വെച്ച് ഇവിടെ നിന്നല്ല എഴുത്ത് വരണ്ടേ, ബിഷപ്പ് ഹൗസിൽ നിന്ന് ഞാൻ എന്തെങ്കിലും തെറ്റാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നല്ല വരണ്ടേ, ഇത് പിരിഞ്ഞാലക്കുട ബിഷപ്പിൻ്റെ അവിടെ നിന്ന് ബിഷപ്പ് എന്തിനാ എഴുതിയേക്കണേ എന്ന് എന്നെ എന്താണാവോ. ഞാൻ ഈ ബ്ലോക്കായി നിന്ന് മോതിരം മുത്തി ഈ ആർട്ടിക്കിളൊക്കെ കൊടുത്തു ഒരു സെക്കൻഡ്, അതിലെന്തെങ്കിലും തകരാറ് എന്തെങ്കിലും പ്രശ്നമായോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം ലെറ്റർ ഇതാക്കി തുറന്നു നോക്കിയപ്പോൾ പിതാവിൻ്റെ ലെറ്ററാണ്. അപ്പോൾ അഡ്രസ്സൊക്കെ ആർട്ടിക്കിളും ഉണ്ടല്ലോ, ഓമന വർഗീസ്, മിസ്സിസ് ഓമന വർഗീസ്, ലെറ്ററും ആർട്ടിക്കിളും എല്ലാം കിട്ടി. അതിലുള്ള മാണി എന്ന ബ്രദർ മാണി എൻ്റെ ഒപ്പം സെമിനാരിയിൽ ഉണ്ടായിരുന്നതാണ്. അന്ന് ബ്രദർ പ്രീഫെക്റ്റ് എന്ന പദവി അലങ്കരിച്ചിരുന്നു. പിന്നീട് ക്ഷയരോഗം വന്ന് മരിച്ചതും എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മധുരസ്മരണയ്ക്കായി ഈശോ സംസാരിക്കുന്ന എന്ന CD ഇറക്കിയത് ഉചിതമായി. അതൊക്കെയാണ് ആ ലെറ്ററിലുള്ളത്. സമാധാനമായി. അപ്പം എൻ്റെ അമ്മയുടെ ആങ്ങള മരിച്ചതും പട്ടം കിട്ടുന്നതിന് മുന്നേ മരിച്ചതും പഴയാറ്റി പിതാവിൻ്റെ അപ്പോഴാണ് ഞാൻ അറിയണത് പിതാവിൻ്റെ ഒപ്പമാണ് എൻ്റെ അങ്കിള് ഉണ്ടായിരുന്നത് എന്നുള്ളത്, സെമിനാരിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. പഴയാറ്റി പിതാവ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ എഴുത്ത് വന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി, സമാധാനമായി. ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ആരും നോക്കുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഒന്നും നോക്കാതെയാണ് അവർ എല്ലാവരും കൂടി സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ചെന്ന് കൈ മോതിരം മുത്തണ്ടും ധൈര്യസമേതം. അപ്പോൾ എനിക്ക് ഈ എഴുത്ത് വായിച്ചപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ പിന്നീടാണ് ഞാൻ പുസ്തകങ്ങളൊക്കെ ഇറക്കലും. അപ്പോഴൊക്കെ ഇങ്ങനെ ഇരിഞ്ഞാലക്കുടയൊക്കെ കൂടി പാസ് ചെയ്യുമ്പോൾ എൻ്റെ ചേച്ചിയുടെ വീടുണ്ട് അവിടെ ഇരിഞ്ഞാലക്കുട. അങ്ങനെ ഞാൻ പുസ്തകങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോകുമ്പോഴൊക്കെ ഞാൻ ബിഷപ്പ് ഹൗസിൽ ബിഷപ്പിനെ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും അവിടെയുള്ള ഓഫീസിൽ ഏൽപ്പിക്കും. പിതാവിൻ്റെ അഡ്രസ്സ് എഴുതി, അല്ലാണ്ട് കാണാറൊന്നുമില്ല. അങ്ങനെ പുസ്തകം കൊടുക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് ബിഷപ്പിന് തീരെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി പറഞ്ഞു എന്നോട്, ഇരിഞ്ഞാലക്കുട ചേച്ചിയുടെ ഇവിടെ ആൾക്ക് തീരെ വയ്യ, പുറത്തേക്കൊന്നും പോകണില്ല ബിഷപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേച്ചിയോടൊന്നും പറഞ്ഞില്ല. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബിഷപ്പ് ഹൗസിലേക്ക് നേരെ പോയി. അവിടെ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ വാച്ച്മാൻ അവിടെ വന്നിട്ട് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നെല്ലിക്കുന്നത്തുനിന്ന് വരണതാന്ന് പറഞ്ഞു. എനിക്കൊന്ന് ബിഷപ്പിന് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു കേട്ടു, അതുകൊണ്ടൊന്ന് കാണാനാന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാച്ച്മാൻ പറഞ്ഞു, ആരും കാണാൻ അനുവദിക്കുന്നില്ല, പുറത്തേക്ക് വല്ലാത്ത തീരെ വയ്യ, വളരെ ഇത്തിരി വീട്ടിൽ അല്ല അവിടെ കിടപ്പ് പോലെയാണ്, ഇരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ, ആരും കാണാനും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഞാൻ പറയണേ, ഓരോരുത്തരിലൂടെയും ഓരോരുത്തർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക എന്ന് പറയുന്നതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അങ്ങനെ വാച്ച്മാൻ വന്നിട്ട് വാച്ച്മാൻ എന്നോട് പറഞ്ഞു,
അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നെല്ലിക്കുന്നത്തുള്ള ഒരു ഓമനാന്ന് പറഞ്ഞ സ്ത്രീ വന്നതാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാൻ പറഞ്ഞു. എനിക്കങ്ങനെ പറയാൻ തോന്നി. ഞാൻ പറഞ്ഞു, വാച്ച്മാൻ പോയി. അപ്പം തന്നെ വാച്ച്മാൻ പോവലും അപ്പം തന്നെ ഇങ്ങോട്ട് വരലും വന്നു. എന്നിട്ട് വന്നോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ബിഷപ്പിൻ്റെ റൂമിൽ ബിഷപ്പ് കിടക്കുന്നല്ല, ഇരിക്കുന്നുണ്ട്. ഹോള് പോലത്തെ ബിഷപ്പിൻ്റെ റൂമിൻ്റെ പുറത്ത്, ബെഡ്റൂമിൻ്റെ പുറത്തുള്ള റൂമിൽ ഇങ്ങനെ കസേരമ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു വേറെ കസേരയുണ്ട്. എന്നെ മോളൊന്ന് വിളിച്ചിട്ടാ പറഞ്ഞേ, മോള് കൂടി ഇരിക്കുകയെന്ന് പറഞ്ഞു. ഇരുന്നു. ഞാൻ ഒന്ന് കാണാൻ വന്നതാ, സുഖമില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പം മിണ്ടാനൊന്നും അധികം പറ്റുന്നില്ല. അപ്പം എനിക്കിനി അധികം നേരം അവിടെ നിൽക്കണത് ശരിയല്ല എന്ന് തോന്നി. എന്തായാലും കണ്ടുല്ലോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, പിതാവിന് വയ്യ അല്ലേ, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് എന്തോ പിതാവിനെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കാനൊന്നും എനിക്കൊരു ഇഷ്ടക്കുറവ്. അപ്പം ഞാൻ വേഗം എഴുന്നേറ്റു. ഞാൻ ഇതിൽ പോയപ്പോൾ ഒന്ന് കാണാൻ കയറിയതാന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, മോളിരിക്കും, മോളോടൊരു കാര്യം പറയാനാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്. പുസ്തകങ്ങളൊന്നും നേരിട്ടിട്ടല്ല കൊടുത്തേക്കണേ. പക്ഷേ ഈ എഴുത്തെനിക്ക് അയച്ചത് പിതാവിന് നല്ല ഇതുണ്ടല്ലോ, അങ്കിളിൻ്റെ പടമൊക്കെ കണ്ടതും എൻ്റെ അമ്മേരെ ആങ്ങളുടെ ആർട്ടിക്കിളിലെ പടവും അതൊക്കെ വെച്ചിട്ടാണല്ലോ എഴുത്ത് വന്നത്. അങ്ങനെ അപ്പം ഞാൻ എഴുന്നേറ്റു പോവാനായിട്ട്. പിതാവിന് വയ്യ, വർത്താനം പറയാനൊന്നും വയ്യാന്നാണ്. അപ്പോൾ എന്നോട് പിന്നത്തെ വാചകം പറഞ്ഞത് പിതാവ്, മോളൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. മോള് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥന. ഞാൻ ആകെ അതിശയിച്ച് പോയി. ഒരു പിതാവ്, എനിക്ക് വലിയ പരിചയവും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്കൊരു പരിചയവും ഇല്ല. അത്രയ്ക്ക് ആ എഴുത്ത് വന്നു. എൻ്റെ അങ്കിളിൻ്റെ ഒപ്പം പഠിച്ചിട്ടുണ്ട്, ഇത്രയ്ക്കൊക്കെ ഉള്ള ഒരു പരിചയമുള്ളൂ. പക്ഷെ പിതാവ് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാം പിതാവേ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പോകാനായിട്ട് ഇറങ്ങും. അപ്പോൾ പിതാവ് അവിടെ ഒരു ക്രൂശിത രൂപം ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ കുരിശിൽ തറച്ചിട്ടുള്ള ഒരു രൂപം ഇതുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, മോള് ആ രൂപത്തിൻ്റെ അവിടെ വന്നിട്ട് എനിക്ക് വേണ്ടി ഒന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അതും ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് പറയണേ. അപ്പം ഞാൻ വേഗം പിതാവ് പറഞ്ഞതനുസരിച്ച് കുരിശിൻ്റെ അവിടെ പോയി പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പം ഇന്നിപ്പോൾ മോനിക്ക പുണ്യവതി ഒരു കുടുംബജീവിതം നയിച്ചതായിരുന്നു. വിവാഹം കഴിച്ചത് ഒരു ഹിന്ദു ആയിരുന്നു. ഭർത്താവിനെ കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, വേദനകൾ. എന്നാലും ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, ഭർത്താവിനോട് ക്ഷമിച്ച്, ഭർത്താവിനെ സ്നേഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനം ഭർത്താവിൻ്റെ ഇത് കഴിഞ്ഞ് അവസാന കാലം അതാകുമ്പോഴേക്കും മകൻ ചെറുപ്പത്തിലൊക്കെ നല്ല കുട്ടിയായിരുന്നു, അഗസ്റ്റ്യൻ പുണ്യാളം. പിന്നീട് രമണച്ച സ്വഭാവങ്ങൾ ഇതൊക്കെ ആയിട്ട് ആ മകന് വേണ്ടിയിട്ടും കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഈ പുണ്യവതി കുറേ സഹനങ്ങൾ എടുത്തിട്ടുള്ള പുണ്യവതിയാണ് കുടുംബജീവിതം. ഇപ്പോൾ വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പല സഹനങ്ങളും പലർക്കും ഉണ്ടാകും. അതെല്ലാം സഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ഈശോയുടെ അടുത്തെത്താൻ കഴിയും, ഈശോയുടെ സ്നേഹത്തിലാകാനും സ്വർഗരാജ്യത്തിലെത്താനും ഒക്കെ കഴിയും. അവസാനം എല്ലാവരും മാമോദീസം മുങ്ങി പുണ്യവതിയും ഭർത്താവ് അഗസ്റ്റ്യൻസ് പുണ്യാളിനൊക്കെ മാമോദീസം മുങ്ങിയ ഭർത്താവ് പുണ്യവതിയോട് മാപ്പ് പറഞ്ഞു, മോനിക്ക പുണ്യവതി. അപ്പം ഞാനിപ്പോൾ ഒന്ന് ആലോചിക്കുന്നത് വേറെ ഒന്നല്ല, വിശുദ്ധനും വിശുദ്ധിയെല്ലാം ആവണമെങ്കിൽ കന്യാസ്ത്രീ അച്ഛന്മാർ അവർക്ക് മാത്രമല്ല കുടുംബജീവിതം നയിക്കുന്നവർക്കും വിശുദ്ധനും വിശുദ്ധിയൊക്കെ ആവാം എന്ന് ഇന്നത്തെ ദിവസം ഈ മോനിക്ക പുണ്യവതിയുടെ കഥ അറിഞ്ഞ് ഞാൻ സംസാരിച്ചു എന്ന് മാത്രം. കലക്കവെള്ളത്തിന് വീണ്ടും ശുദ്ധജലമായി മാറുവാൻ കഴിയും. സൂര്യപ്രകാശം അതിന് ചൂട് നൽകി ആവിയാക്കി ആകാശത്തിലേക്ക് ഉയർത്തിയ ശേഷം ഭൂമിക്ക് ഉപകാരമുള്ള മഴയോ മഞ്ഞോ ആയി അത് താഴേക്ക് വീഴുന്നു. യാതൊരു അഴുക്കും അതിലില്ല. അത് സൂര്യപ്രകാശമേറ്റതായിരിക്കണം. അതുപോലെ വലിയ പ്രകാശത്തെ സമീപിക്കുന്ന അരൂപികളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം.
പെട്ട് അവരുടെ സൃഷ്ടാവിലേക്ക് ഉയരും. ഈ അരൂപികൾ വലിയ പ്രകാശമാകുന്നു. ഈ അരൂപികൾ വലിയ പ്രകാശമാകുന്ന ദൈവത്തോട് വിളിച്ചു പറയുന്നു, ഞാൻ പാപം ചെയ്തു, ഞാൻ അഴുക്കാണ്. എങ്കിലും ഓ പ്രകാശമേ, ഞാൻ നിനക്കായി തേടുന്നു. മരണത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ഭയം നീക്കിക്കളയുവിൻ. ജീവൻ വാങ്ങിക്കുവാനുള്ള പണമായി നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി കൊണ്ടാണ് സാധിക്കേണ്ടത്. ഒരഴുക്ക് നിറഞ്ഞ വസ്ത്രം എന്ന പോലെ നിങ്ങളുടെ പഴയ ജീവിതം ഉരിഞ്ഞു മാറ്റുവിൻ. നന്മകളാകുന്ന പുതിയ വസ്ത്രം ധരിക്കുവിൻ. ഞാൻ ദൈവത്തിൻ്റെ വചനമാകുന്നു. അവൻ്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്. അവനിൽ വിശ്വസിക്കുന്നവർ സന്മനസ്സുള്ളവർ, പഴയ ജീവിതത്തെക്കുറിച്ച് പശ്ചാത്താപിക്കുന്നവർ, ഭാവിയിലേക്ക് നല്ല തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളവർ, അവർ എബ്രായരോ പുറം ജാതികളോ ആകട്ടെ, ആരായാലും ദൈവമക്കളായി തീരും. സ്വർഗരാജ്യം അവർ നേടുകയും ചെയ്യും. അണയൂ എൻ മകനെ, ഞാൻ നൽകാം അളവില്ല വിധമെൻ്റെ സ്നേഹം. അകതാരിൽ കൃപതൂകും അതിശോഭയേകി, അതിലെൻ്റെ തിരുവാസമേകാം. തുറക്കുമോ നിൻ മനമിന്നു നീ, ഞാൻ നിന്നിൽ നിറഞ്ഞു വാഴാം. ഒരുങ്ങുമോ നീ എൻ പൊന്മകനേ, ഞാൻ നിന്നിൽ നിറഞ്ഞു വാഴാം. ഞാൻ നിന്നെ തേടിയിറങ്ങി, ഞാൻ നിന്നെ നേടുവാൻ വന്നു. ആത്മാവിൽ മുറിവേറ്റു പിടയും ആത്മാവിൽ മുറിവേറ്റു പിടയും നിന്നെ ഞാനെൻ മുറിവിൽ ചേർക്കാം. പുതു സൃഷ്ടിയാവുമോ മകനേ, ഞാൻ നിന്നിൽ നിറഞ്ഞ് വാഴാം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ബൈബിളിൽ പറയുന്നു, ഗോതമ്പ് മണി അഴുകുന്നില്ലെങ്കിൽ അതേപടി അഴുകാതെ അതേപടി ഇരിക്കുകയാണെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള സഹനങ്ങളും പ്രാർത്ഥനയും സഹനവും മറ്റുള്ളവരോടുള്ള കരുണയും ക്ഷമയും സഹനവും കഷ്ടപ്പാടുകളും വേദനകളും എല്ലാതും സഹിച്ച് മാത്രമേ നമുക്കും ഈശോയുടെ സ്നേഹത്തിലേക്ക് എത്തിച്ചേരാനും നിത്യജീവനിലേക്ക് എത്തിച്ചേരാനും നമുക്കും സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു. അതുപോലെ ഞാൻ ആ പിതാവിൻ്റെ ലെറ്റർ നിങ്ങൾക്ക് ഒന്ന് വായിക്കാം. ഇതാണ് എൻ്റെ രാജാവായിരുന്ന ഈശോ പുസ്തകം. ഇതിൽ ഞാൻ ആ പുസ്തകങ്ങളൊക്കെ അടിച്ചിറക്കണേക്കാളും മുന്നാണ്
ആർട്ടിക്കിൾ കൊടുത്തതും പിതാവിൻ്റെ ലെറ്ററും ഇതാണ് ഈ പുസ്തകത്തിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ഡിയർ മിസ്സിസ് സോമന വർഗീസ്, ഈശോ സംസാരിക്കുന്നു എന്ന ഓഡിയോ CD കാസറ്റ് കിട്ടിയിരുന്നു. എല്ലാം കേട്ട് ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, സമയത്തിൻ്റെ കുറവ്. ബ്രദർ EV മാണി മുക്കാട്ടുകര ഇടവകയിൽ നിന്നും ഞാൻ മൈനർ സെമിനാരിയിൽ ചേരുമ്പോൾ എൻ്റെ മൂന്നാമത്തെ ബാച്ചിലായി പഠിക്കുന്നുണ്ടായിരുന്നു. സെമിനാരിയിൽ ബ്രദർ പ്രീഫെക്റ്റ് എന്ന പ്രധാന ഉത്തരവാദിത്തം വഹിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം രോഗിയായതും മരിച്ചതും ഏവരെയും ഏറെ ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹത്തിൻ്റെ മധുര സ്മരണയ്ക്കായി പുസ്തകം ഇറക്കാമെന്ന് കരുതിയതും ഉചിതമായി. മിസ്സിസ് സോമന വർഗീസിന് ബ്രദർ മാണിയോടുള്ള അടുപ്പവും താല്പര്യവും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. മേ ഗോഡ് ബ്ലെസ് യു. വിത്ത് താങ്ക്സ് ആൻഡ് റിഗാർഡ്സ്. സ്നേഹത്തോടെ ജെയിംസ് പഴയാറ്റിൽ. ഒപ്പ്. അതിൻ്റെ കൂടെ പണ്ട് ഒരു പുസ്തകം എനിക്ക് നേരിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പഴയാറ്റിൽ പിതാവിനെ. അതിൻ്റെ ഒരു ഫോട്ടോയും ഉണ്ട്. എൻ്റെ ഈ ആത്മാവാണ് സഹായകൻ എന്നൊരു ബുക്ക് എനിക്ക് പിതാവിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, നേരിട്ട് കയ്യിൽ. മറ്റു ബുക്കുകളൊക്കെ, മറ്റു 2-3 ബുക്കുകളൊക്കെ ഞാൻ വേറെ ആൾക്കാരുടെ അവിടെ ബിഷപ്പ് ഹൗസിൽ ചെന്ന് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കണ്ടിട്ടില്ല പിതാവിനെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് പ്രവർത്തിക്കാനായാലും പറയാനായാലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെട്ടാൽ മാത്രമേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് പറയാനും പ്രവർത്തിക്കാനും ഒരു ശക്തി ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ബുക്ക്, എൻ്റെ കുറച്ച് ആത്മകഥയാണ്, ആത്മാവാണ് സഹായകൻ എന്നൊരു ബുക്ക് ഞാൻ എഴുതിയിട്ടുള്ളത്. ഈ പടം വെച്ചിട്ടാണ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത്. ആത്മാവാണ് സഹായകൻ. എല്ലാവർക്കും നല്ലത് വരട്ടെ.